ഇതിലേത് കളർ ചൂസ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് ഓരോന്നും. ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് വർക്കിനകത്ത് വരുന്നതാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിക്കകത്ത് വന്നേക്കുന്ന ഡാർക്കർ ബ്രൈറ്റർ പാലറ്റിൽ വന്നേക്കുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ കളക്ഷനിലാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക്, പവർ ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്ത് യോക്ക് പോർഷനിൽ ഇതുപോലത്തെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഒരു എൽ ഷേപ്പിലും ഇപ്പുറത്ത് ഒരു ബൂട്ട ഹാങ് ചെയ്യുന്ന ലുക്കിലുമാണ് എൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ കോട്ടൺ ഫാബ്രിക്, അതായത് ഇപ്പം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ആൻഡ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നതും അതേപോലെ തന്നെ നല്ല റിച്ച് ദുപ്പട്ടയാണ് കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത് BLD 953 എന്ന കോഡിലാണ്. 2519 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ദുപ്പട്ട കണ്ടോ? ഇത് ഇരുന്ന് കാണിച്ചാൽ പോരായിരിക്കും അല്ലേ, എഴുന്നേറ്റ് നിന്ന് കാണിച്ചാലായിരിക്കും അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓരോ കളേഴ്സും ഇൻഡിവിജ്വലി ഭയങ്കര രസമുള്ള കളർ പാലറ്റാണ് കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ഇതുണ്ടോ, ടോപ്പ് ഇതിങ്ങനെ വരും. സ്ലീവ്സിൻ്റെ അറ്റത്ത് കൊടുക്കാനുള്ള ക്രോഷ്യോ ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ അറ്റത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെക്ക് ലൈനിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആൻഡ് ബോട്ടം ഇതിങ്ങനെ വരും. ആൻഡ് റിച്ച് ദുപ്പട്ട കേട്ടോ, നല്ല രസമുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട. അപ്പം ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടി നമുക്ക് ഓടിച്ച് കാണാം. ഫസ്റ്റ് കളറ് BLDയുടെ കോഡിലാണ്. 2519 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ആൻഡ് സെക്കൻഡ് കളർ ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ തന്നെ ഒരു ഇച്ചിരിയും കൂടി ഒരു മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗ്രീൻ ഫാബ്രിക്, ഗ്രീൻ കളറ്. ആൻഡ് അതിൻ്റെ കൂടെ നല്ല റിച്ച് ദുപ്പട്ട. എല്ലാത്തിൻ്റെയും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് സെയിം ആണ് കേട്ടോ. കളേഴ്സിൻ്റെ കൂടെ എല്ലാം പോകുന്ന സെയിം പാലറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഓരോ എംബ്രോയിഡറിയിലും ഇൻഡിവിജ്വലി നമുക്ക് ക്ലോസറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെപ്ത്ത് നല്ല ഭംഗിയായിട്ട്, ആ ഷെയ്ഡിങ് ഇഫക്റ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ്, മോവ് പിങ്ക്. ഒരു ചെറിയൊരു ഡാർക്കർ ഓണിയൻ ടച്ചോട് കൂടി നിൽക്കുന്ന മോവ് പിങ്ക് ടോൺ. എൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആൻഡ് സിൽക്കി കോട്ടയാണ് ഫാബ്രിക്. കംഫർട്ടബിളായിട്ട് നമുക്ക് വീട്ടിൽ ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇതിനകത്ത് ബീഡ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മാത്രമാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വിത്ത് കോട്ടൺ ബോട്ടം. നെക്സ്റ്റ് കളർ ഒരു ബ്രൗണും ബർഗൻഡിയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. ബ്ലാക്കും ബ്രൗണും ബർഗൻഡിയും കൂടെ ഒരു അല്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡല്ലേ, റെയർ ഷെയ്ഡാണ്. ഞാനിപ്പോൾ ഇത് പിടിച്ച് തിരിഞ്ഞു പോയി. യോക്ക് പോർഷൻ ഇങ്ങനെ വരും കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു യോക്ക്. ആൻഡ് ബ്യൂട്ടിഫുൾ ദുപ്പട്ട. വൺ സൈഡഡ് ആയിട്ടാണെങ്കിലും ടു സൈഡഡ് ആയിട്ടാണെങ്കിലും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റോറിലോട്ട് പുതിയതായിട്ട് വന്ന കളക്ഷനാണ് കേട്ടോ. സെമി ടെസറിൻ്റെ ആ കളർ പാലറ്റിനകത്ത് വീവിങ് ബോർഡേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സാരി. ഈ സാരി ഓപ്പൺ ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടോ? സാരീസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പെട്ടെന്ന് കണ്ടുപോകാം. ഇതുണ്ടോ, കളേഴ്സ് വന്നിരിക്കുന്നത് പിങ്ക് ബോർഡർ വന്നിട്ടുണ്ട്, യെല്ലോ ബോർഡർ വന്നിട്ടുണ്ട്, വയലറ്റ് കളറിലെ ബോർഡർ വന്നിട്ടുണ്ട്, ആൻഡ് പിസ്ത ഗ്രീൻ കളർ. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ബോഡിയിൽ ഫുള്ളായിട്ട് ഹാൻഡ് പെയിൻറ്റിൻ്റെ ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബനാറസി വീവിങ് പാറ്റേണിലൊക്കെ വരുന്നത് പോലത്തെ സ്ലൈറ്റ് ആയിട്ടുള്ള ജെറി ബോർഡറും അതിൻ്റെ കൂടെ ത്രെഡും ജെറിയും കൂടെ ഉള്ള കോമ്പിനേഷനും. അപ്പം ഒത്തിരി വൈഡായിട്ടുള്ള ബോർഡേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാരി. ഉണ്ടോ, ഫുള്ളായിട്ട് പെയിൻറ്റഡ് ലുക്കാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, സാരി തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഭംഗി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പർ പോർഷനിൽ ആ ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഫേസിന് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊടുക്കും. ആൻഡ് ത്രൂ ഔട്ട് ദ സാരിയിൽ പ്രിൻറ്റ് ചെയ്തിട്ട് അതിനെ ഔട്ട്ലൈൻ ചെയ്തേക്കുവാണ് കേട്ടോ. ആൻഡ് ഈ സാരിയുടെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ്, ജസ്റ്റ് ഫോർ 2599. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ ടിഷ്യൂ പല്ലു വന്നിട്ടുണ്ട്, ടാസിൽസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത്
GM283 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2599. അപ്പോൾ ഫസ്റ്റ് സാരി ഇതാണ് കേട്ടോ. ബോഡി കളർ വന്നേക്കുന്നത് ടെസർ ഫിനിഷിങ്ങിലാണ് കേട്ടോ. ദേശി ടെസറിനകത്ത് വരുന്ന പോലത്തെ ടെക്സ്ചറിങ് എല്ലാം വന്നിട്ടുണ്ട്. ഫുൾ സാരിയിൽ ആ ബോർഡർ വീവിങ് ഉണ്ട്. നമ്മുടെ സാരി വിസിബിൾ ആയിട്ടുള്ള 2.5 മീറ്റേഴ്സിലാണ് അതിന് കളറ് ഡിജിറ്റൽ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. ബാക്കി പ്ലെയിൻ ആയിട്ടാട്ടോ നിൽക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നമ്മുടെ ബോർഡറിൻ്റെ അതേ കളർ പാലറ്റിലാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഗ്രീൻ കളർ, നല്ലൊരു പേസ്റ്റൽ ടോൺ. ഇതാണ് എൻ്റെ ഫുൾ സാരി. സാരിയിൽ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് നോക്കിയുണ്ടല്ലോ ഹാൻഡ് പെയിൻറ്റ് ചെയ്തേക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടോ. ഫുള്ളായിട്ട് ആ ഒരു ബ്രഷ് സ്ട്രോക്സ് ഒക്കെ അതുപോലെ കാണുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ഓരോന്നും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് ഗ്രീൻ ഷെയ്ഡ്. സെക്കൻഡ് വൺ വന്നേക്കുന്നത് ലൈലാക്ക് ടോണാണ് കേട്ടോ. ലൈലാക്ക് ടോൺ എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഭയങ്കര ഒരു ഇപ്പോഴത്തെ ഒരു ഇൻ കളർ എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന കളർ പാലറ്റാണ് ലൈലാക്ക് ടോൺ. ലൈലാക്ക് ടോണിനകത്തും ഉണ്ടോ ഇതിൻ്റെ എല്ലാം ടോൺസ് അതുപോലെ ഭംഗിയാണ് ഉണ്ടോ. ഫുൾ സാരി ഇതുപോലെയാണ് വന്നേക്കുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ദ സാരിയിൽ ആ ബോർഡർ ഡീറ്റെയിലിങ്ങും സ്റ്റെമ്മിൻ്റെ കളറും ഒരേപോലെ വന്നിട്ടുണ്ട്. ഇത് 284 എന്ന കോഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഓരോ സാരീസും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പേൾ ജ്വല്ലറിയുടെ കൂടെയോ ഗോൾഡൻ ജ്വല്ലറിയുടെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഫുൾ സാരിയും പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാലും വളരെ കംഫർട്ടബിളായിട്ട് പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ചെയ്യുക, പിന്നെ നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഐശ്വര്യത്തിൻ്റെ കളറാണ് യെല്ലോ എന്നുള്ളത്. അപ്പം യെല്ലോ ഷെയ്ഡിൽ വളരെ പ്രസൻ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ആണ് കേട്ടോ. ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ കളറല്ല. ഏത് കളറാണെങ്കിലും അതിൻ്റെ സ്റ്റെമ്മിൻ്റെ കളർ അനുസരിച്ചാണ് അതിൻ്റെ കളേഴ്സ് ഇത് ചെയ്തേക്കുന്നത്. ബോർഡർ ഏത് കളറാണോ ആ കളറിലാണ് അതിൻ്റെ സ്റ്റെം ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത്. അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബോർഡേഴ്സിൽ ചെറിയൊരു ജെറി ബോർഡേഴ്സ് ഉണ്ട്, പക്ഷേ അത് ഒത്തിരി ലൗഡായിട്ടുള്ള ജെറിയല്ല, സട്ടിലായിട്ട് നിൽക്കുന്നതാണ്. ആൻഡ് സെൻറ്റർ പോർഷനിൽ ത്രെഡ് വീവിങ് പാറ്റേണിലുമാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബേബി പിങ്ക് ടോൺ. ബേബി പിങ്ക് ടോണും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ പാലറ്റ് അല്ലേ ബേബി പിങ്ക് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ബേബി പിങ്ക് ടോൺ. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ആ ബോർഡേഴ്സാണ് കേട്ടോ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആൻഡ് ആ പെയിൻറ്റഡ് ലുക്കിൻ്റെ കൂടെ ആ ബോർഡേഴ്സ് നല്ല ഭംഗിയായിട്ട് മേർജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്കാണ്. GMS 283 മുതൽ 286 വരെയുള്ള കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2599. ബനാറസി സിൽക്ക് സാരീസ് നമ്മൾ വെഡിങ് ഓറിയന്റഡ് ആയിട്ടൊക്കെ നമുക്കൊരു 2999 പ്രൈസ് റേഞ്ചിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു 4 കളർ ഷെയ്ഡ്സ് എല്ലാം ഒരു ഡാർക്കർ പാലറ്റിലാണ് വന്നിട്ടുള്ളത്. ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അപ്പറിലും ലോവറിലും ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. കുറച്ച് ഒരു ട്രഡീഷണൽ ടച്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബനാറസിയുടെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. ആൻഡ് ബോഡി ഫുള്ളായിട്ട് ഒരു ചെക്ക് പാറ്റേണിലാണ് ഒരു ഗോൾഡൻ സാരി വീവിങ് സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ലോവർ ബോർഡറിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ട്. അതിന് ഇതിന്റെ പല്ലുവിന്റെ പോർഷൻ വരുന്നതും ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗിലാണ് ഒരു ഗോൾഡൻ വീവിങ് സ്റ്റൈൽ വന്നിട്ടുള്ളത്. ആൻഡ് അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ബോഡി ഫുള്ളായിട്ട് ഒരു ചെക്ക് പാറ്റേണിലാണ് വീവിങ് വന്നിട്ടുള്ളത്. സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ സ്ട്രൈപ്പ് ഡീറ്റെയിലിൽ കുഞ്ഞൊരു സ്ട്രൈപ്പ് പാറ്റേൺസ് ഒരു വീവിങ് പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബ്ലൗസ് പീസാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ബ്ലൗസ് പീസാണ് ഇതിന്റെ ഹൈലൈറ്റഡ് ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ആൻഡ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ദിസ് ഈസ് ദ ലുക്ക്. എല്ലാം നല്ല കളർ പാലറ്റിൽ വന്നിട്ടുള്ള സാരീസ് ആണ്. ആൻഡ് പല്ലു, ഈ ബോർഡർ ഒരു ട്രഡീഷണൽ ടച്ച് നമുക്കിപ്പം ടെമ്പിൾ വെയർ ആയിട്ടാണെങ്കിലും ഒരു ഷൂട്ട്സിനൊക്കെ ആണെങ്കിലും അല്ല ഒരു ഒക്കേഷണൽ ഒരു വെഡിങ് ഓറിയന്റഡ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സാരിയാണ്. പ്ലീറ്റ്സ് ഉടുക്കാനാണെങ്കിലും 1 ലെയർ ഇട്ട് ഉടുക്കാനാണെങ്കിലും നല്ല പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയും കൂടെയാണ്. നല്ലപോലെ ഒന്ന് നമ്മുടെ ഗോൾഡിന്റെ ഒരു ടിൻഡിലുള്ള ജ്വൽസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്തിട്ടാലും ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും.
ആൻഡ് ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ട് നമുക്കൊരു ബൂട്ടാസിൻ്റെ ഒരു വീവിങ് പാറ്റേൺ ആണ് ഫുള്ളി നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിനൊരു സ്ലീവ്ലെസ് പാറ്റേൺ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാലും അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ആൻഡ് പല്ലു ആക്ച്വലി ഞാൻ നേരത്തെ കാണിച്ചതൊരു മജന്ത ഷെയ്ഡായിരുന്നു, ഞാൻ മാറ്റി പറഞ്ഞു വയലറ്റ് എന്ന്. ഇതാണ് വയലറ്റ് ഷെയ്ഡ്. ആൻഡ് ഇതിലും സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ബോഡി ഫുള്ളായിട്ട് ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ ഈ ഒരു വീവിങ് സ്റ്റൈലും വരുന്നുണ്ട് ഗോൾഡൻ ജറിയുടെ. ആൻഡ് സെയിം തന്നെ ഒരു ചെക്ക് പാറ്റേണിൽ ഒരു ഗോൾഡൻ വീവിങ് വരുന്നുണ്ട്. ഫുള്ളി ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു സാരിയാണ്. ആൻഡ് ബ്ലൗസ് പീസ്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡിലാണ് ഈ ഒരു സാരീൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ സാരിയിൽ ഈ ഒരു ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. എല്ലാം നമുക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ബ്ലൗസ് പീസും കൂടെയാണ്. നോർമലി നമുക്ക് സെയിം ടോണിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആയിരിക്കും ആഡ് ചെയ്തിട്ട് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് NN279 എന്ന കോഡിൽ 2999 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്, aham.store.